നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നിയമസഭയിൽ എന്താ സംഭവിച്ചത്? നിയമസഭയിൽ ഇന്നും പതിപോലെ ബഹളം തന്നെയായിരുന്നു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. പിന്നെ പ്രതിപക്ഷം അങ്ങോട്ട് അവരെ നേതാക്കന്മാരെ പറഞ്ഞു നിങ്ങൾ സോണിയാഗാന്ധിയെ വീട്ടിൽ പോയ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ സഭ പിരിഞ്ഞു. സഭ പിരിഞ്ഞിട്ടുണ്ടായ വളരെ വിചിത്രമായൊരു കാര്യം. സാധാരണ ഇതിൽ നമുക്കറിയാമല്ലോ, പ്രതിപക്ഷ ബഹളം കാരണം സൗകര്യം ആദ്യം പ്രതിപക്ഷം ഇറങ്ങി വന്ന് പത്രക്കാരൊക്കെയാണ് സംസാരിച്ചത്. ഇന്ന് പകരം ഭരണകക്ഷി ഇറങ്ങി വന്നു. മാത്രമല്ല മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച മുഴുവൻ ശൈലജ ടീച്ചറായിരുന്നു. സാധാരണ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും നിയമസഭാ അംഗമാണ്. അപ്പോൾ ഒരു സംശയം, അടുത്ത നിയമസഭാ ഇലക്ഷന് ശൈലജ ടീച്ചറിനെ മുൻനിർത്തി, കാരണം പിണറായിക്ക് ജനപ്രീതിയില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ശൈലജ ടീച്ചറിനെ കാണിച്ചാണോ വോട്ട് പിടിക്കാനുള്ള ശ്രമമെന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും. പിണറായിക്ക് ജനപ്രീതി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ അത് അംഗീകരിക്കണം. അയാൾ വിചാരിച്ചിരിക്കുന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനപ്രീതി താനാണ്. കുറേ മണ്ടന്മാര് അയാൾക്കെതിരെ പറയുന്നതാണ്, പക്ഷേ അയാളെ പോലെ രക്ഷകനില്ല എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല അയാൾ. പക്ഷേ CPIM ഏതടവും ഉപയോഗിക്കും. അപ്പോൾ ശൈലജ ടീച്ചറിന്റെ പേര് പറഞ്ഞാൽ ഇച്ചിരി ക്ഷീണം മാറുന്നെങ്കിൽ മാറിക്കോട്ടെ. ഗൗരിയമ്മയുടെ പേര് പറഞ്ഞതുപോലെ VS അച്യുതാനന്ദനെ 2016 VS മുമ്പിൽ നിർത്തിയാണല്ലോ നടത്തിയത്. പിണറായി വിജയന്റെ ധർമ്മടത്ത് പോലും VS-ന്റെ ഫ്ലക്സ് ഉണ്ടായിരുന്നു. എല്ലായിടത്തും VS-ന്റെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനകത്തൊന്നൊരു കഥയില്ല. പിന്നെ ഒരു തരത്തിൽ സന്തോഷമുണ്ട്. ഈ MLA ആയിട്ട് 5 കൊല്ലമായിട്ട് ശൈലജ ടീച്ചർ MLA ആണെന്ന് പോലും നമുക്ക് അറിയത്തില്ലായിരുന്നു. മന്ത്രിയായിരുന്നപ്പോൾ നമുക്കറിയായിരുന്നു. ശൈലജ ടീച്ചർ MLA ആണെന്നൊക്കെ നമ്മൾ അറിയുന്ന ഒരു സാഹചര്യം ഒരുക്കി തന്നില്ല അവസാനത്തെ ഒരു 2 മിനിറ്റിൽ. അതിലെങ്കിലും നമുക്ക് പിണറായിയോട് നന്ദിയുള്ളവരായിരിക്കും. നോക്കൂ, CPM-ന്റെ തന്ത്രങ്ങൾ, അതിനെ നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നോ എന്ത് പറഞ്ഞാലും CPM-ന്റെ ആ പിണറായിയുടെ പ്രത്യേകിച്ച് തന്ത്രങ്ങൾ സമാനതകളില്ലാത്തതാണ്. ഞാൻ പറഞ്ഞ ഈ ദിവസങ്ങളിൽ പലതും സ്വർണ്ണംകിരണം ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയത് ഈ ഭവന സന്ദർശനമാണ്. കാര്യം നമുക്ക് വേണമെങ്കിൽ CPM-ന്റെ ഗതികേട് എന്നൊക്കെ പറഞ്ഞ് ബേബിയെ കളിയാക്കാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് രാജ്മോഹൻ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിസ്സാരമല്ല. ഈ വികാരം ജനം പ്രതിഫലിക്കാനുള്ള ഏക വഴി വോട്ടാണ്. അതെ. പക്ഷെ CPM എന്താ ചെയ്തിരിക്കുന്നത്? ആ ഭീകരാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാൻ വേണ്ടി ഞങ്ങളെ തെറി വിളിച്ചോളൂ, കേൾക്കാൻ ഞങ്ങൾ വരാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി കയറ്റി വിടുക. ഞങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കും, നിങ്ങൾ അഭിപ്രായം കൊണ്ട് പറയും, ഫീഡ്ബാക്ക് കിട്ടാൻ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുദ്ദേശിക്കുന്നതിന് കൃത്യം ഇതുണ്ട്, നോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഇവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ CPM-ന്റെ MLA-മാരും CPM-ന്റെ മന്ത്രിമാരും CPM-ന്റെ നേതാക്കൾ എല്ലാവരും ആളുകൾ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കയറിയിരിക്കുന്നു. അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇവർക്ക് പറയാനുള്ളതെല്ലാം ഇവർ പറയും. എല്ലാം ശരിയാ. ഇതെല്ലാം കേൾക്കുമ്പോൾ ജനത്തിൻ്റെ ആ വിഷമം മാറും. എന്നെ ഇന്നലെ ഞാൻ നമ്മുടെ എന്തിനാ പറയുന്നത്, ഗണേഷ് കുമാർ ഇന്നലെ വരുന്ന കാര്യം വരുമ്പോൾ ഞാനൊരു നടനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഗണേഷ് ഇങ്ങോട്ട് വരുന്നുണ്ട്, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പറഞ്ഞോ, ചോദിച്ചേക്കാന്ന് പറഞ്ഞു. എന്നോട് പറയാണ്, എൻ്റെ ഷാജ മന്ത്രിയാവുന്നതിന് തൊട്ട് മുമ്പ് ഒരു പരിപാടി വെച്ച് എന്നെ കണ്ടിട്ട് പറഞ്ഞു, എടാ നിന്നോട് ഞാൻ ഇച്ചിരി അഹങ്കാരത്തോടൊക്കെ പെരുമാറിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വിട്ടേക്കണം. അപ്പോൾ എനിക്ക് നല്ല കലിപ്പായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ കലിപ്പങ്ങ് മാറിയെന്ന് പറഞ്ഞു. ഇപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മുടെ ദേഷ്യപ്പെട്ട പുള്ളി മന്ത്രിയായപ്പോൾ ടോട്ടലി മാറിയെന്നും പുള്ളി മന്ത്രി അല്ലാതിരുന്നപ്പോൾ കാണിച്ച അഹങ്കാരവും മൊടയൊക്കെ പുള്ളി എല്ലാവരെയും വിളിച്ച് പരിഹരിച്ചെന്നും ഈ നടൻ എന്നോട് പറയാണ്. അപ്പോൾ പുള്ളി എന്നിട്ട് പറഞ്ഞ വാക്കിതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടം, മിടുക്കനല്ലേ. എല്ലാം ഇത് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് തന്നെയാണ്. കാരണം ഇവർക്ക് ഒരുപാട് ബുദ്ധികളുണ്ടല്ലോ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ കൃത്യമായിട്ട് ആളുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ എന്നെ കബളിപ്പിച്ച, ഞാൻ ഈ തിരുവനന്തപുരത്ത് ജേർണലിസം പഠിച്ചിരുന്ന ഇങ്ങനെ താരപ്പര നടക്കുന്ന സമയത്ത് എന്നെ കബളിപ്പിച്ച ഒരാളുണ്ടായിരുന്നു. അയാൾ എന്നെ സ്നേഹം കൊണ്ട് കബളിപ്പിച്ചു. എന്ന് വെച്ചാൽ അയാൾ ഇവിടെ ഒരിടത്ത് താമസിക്കുന്നു. ഞങ്ങൾ ഒരുപാട് പേര് അയാൾക്ക് വത്സര ശിഷ്യഗണങ്ങളുണ്ട്. ഞങ്ങളൊക്കെ ചെല്ലും, ഞങ്ങൾക്കൊക്കെ അയാൾ ചെറിയ ചില്ലറയൊക്കെ തരും. ഞങ്ങളെല്ലാം കൂട്ടി നല്ല ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകും. അങ്ങനെയൊക്കെ നല്ല ഭയങ്കര ഞങ്ങൾ ആരാധനയാണ്. അപ്പോൾ ഇയാൾ എന്നെ ഇടയ്ക്ക് വിളിച്ചിട്ട് വർഷത്തിലൊരിക്കൽ എൻ്റെ ബർത്ത്ഡേയാ, ഇവരൊക്കെ ഉണ്ടെങ്കിലും നിന്നോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് നിൻ്റെ കൂടെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞ് കൊണ്ടുപോകും. എനിക്കൊന്നും ത്രില്ലടിക്കും. കാരണം എന്താ വെച്ചാൽ ഇത്രയും പേരുണ്ട് എന്നെ. പിന്നീട് ഒരിക്കലും ഇയാളുടെ വളരെ അടുത്ത ഒരാളുമായിട്ട് ഞങ്ങളൊരു ഇരുന്ന് വർത്താനം പറഞ്ഞു, വേണം ഇയാൾക്ക് എല്ലാ ദിവസവും ബർത്ത്ഡേ, ഓരോ ദിവസം ഓരോരുത്തരാന്ന് പറഞ്ഞു. എല്ലാവരോടും പറഞ്ഞു, നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട. ഈ പറഞ്ഞതിന് ശേഷം മലയാളത്തിലെ സിനിമ നടി ഒരു വർഷത്തിൽ 5-6 തവണ പിറന്നാൾ ആവശ്യിക്കുമായിരുന്നു കേട്ടിട്ടുണ്ട്. അതെ, ഈ പറഞ്ഞ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ഭയങ്കര ഫ്രോഡാന്ന് എനിക്ക് പിടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇയാളെ രണ്ടെണ്ണം പറയാൻ എനിക്ക് സമാധാനം കിട്ടും, പക്ഷെ കിട്ടുന്നില്ല, ഞാൻ കഴിഞ്ഞു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം. ഞാൻ ഇയാളെ വിളിക്കത്തില്ലല്ലോ. അപ്പോൾ ഇയാളെ സംബന്ധിച്ചുള്ള എൻ്റെ കല്യാണത്തിന് അയാളെ വിളിച്ചില്ല, അയക്കുന്ന നാണക്കേടാണല്ലോ.
ഞാൻ എൻ്റെ കല്യാണത്തിന് അങ്ങ് വന്നു വന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് പള്ളി നടക്കുമ്പോൾ ഓടി വന്ന് എന്നെ കെട്ടിയൊക്കെ പിടിച്ചു വല്ലോ പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊരു സൈക്കോളജിയാണ്, വളരെ കൃത്യമായൊരു സൈക്കോളജി. ഈ സൈക്കോളജി ഇവിടെ വർക്ക് ചെയ്യും എന്നൊരു സംശയം എനിക്കില്ല. കാരണം നാട്ടുകാരെ അങ്ങോട്ട് വിട്ടിട്ട് തെറി കേട്ട് അവരുടെ ഉള്ളിലെ വേദന മാറ്റുകയാണ്. എന്നിട്ട് ഇനി നുണപ്രചരണം അല്ലാതെ എന്ത് പ്രചരണം കൊണ്ട് പോയാലും ഏക്കത്തില്ലായിരുന്നു. എൻ്റെ വേറെ സുഹൃത്തൊരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം വീടുകളിൽ ചെല്ലുന്ന ആളുകൾ ഇവർ ഈ ഭൂരിപക്ഷ ഭൂരിപക്ഷ പിന്നെ മതവിഭാഗങ്ങളിൽപ്പെടുന്നവരാണെങ്കിൽ അതേ സമുദായങ്ങളിൽപ്പെട്ടവർ അവിടെ ചെന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ചിരിക്കണം, മറ്റ് ന്യൂനപക്ഷകാരന്മാരെല്ലാം ഇവിടെ അധികാരം പിടിക്കാൻ നടക്കുകയാണെന്നുള്ള രീതിയിലേക്ക് ഒരു ബോധവൽക്കരണം നടത്തുമോ എന്ന് അയാൾ സംശയം പ്രകടിപ്പിച്ചില്ല. അതൊന്നുമില്ല. അവരിത് വളരെ ബുദ്ധിപരമായി സർക്കാരിനുള്ള ഒരു പ്രതിഷേധം തണുപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമുള്ളൂ. എനിവേ ഇത്തരം വഴികളിലൂടെയാണ് ഈ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പക്ഷേ എന്നിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ സുധാകരൻ മുമ്പിൽ വന്നു. അതിനുശേഷം ഇടതുപക്ഷത്തു നിന്ന് പ്രത്യേകിച്ച് CPM നിന്ന് പോയവരുടെ എണ്ണം നോക്കൂ. കൊല്ലത്ത് ഇന്ന് പോയല്ലോ ചന്ദ്രബാബു 30 വർഷം കൊണ്ട് ഒരു പാർട്ടി പ്രവർത്തകൻ, ജില്ലാ കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, അവര് മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഈ പറയുന്ന അവർ കൂളായിട്ട് ലീഗിലേക്ക് പോയി. CPM ഒരാൾ ജില്ലാ കമ്മിറ്റി എടുത്തോന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം എത്ര സീനിയർ ഉള്ള ഒരാൾ ജില്ലാ കമ്മിറ്റി എടുക്കും. അതുപോലെ തന്നെയാണ് ആയിഷ പോറ്റി. എത്രയോ ഇടങ്ങളിൽ, ഞാൻ പറഞ്ഞത് എത്രയോ ഇടങ്ങളിൽ CPMൽ നിന്നുള്ള ആളുകൾ മറ്റു പാർട്ടിയിലേക്ക് പോവുകയാണ്. ജനത്തിന് ആ പാർട്ടിയോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഈ പശ്ചാത്തലത്തിൽ CPM ശൈലജ ടീച്ചറിനെ വേണമെങ്കിലും മുമ്പിൽ നിർത്തും. അടിസ്ഥാനപരമായിട്ട് പിണറായിയുടെ തേർഡ് തന്നെയാണെങ്കിൽ പോലും നിർത്തും. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം BJPയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂവ്മെന്റുകളാണ്. BJP നാളെ നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്ത് വരെയാണ്. അതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകതയുള്ളതെന്ന്. നാളെ ഒരുപക്ഷെ വളരെ നിർണായകമായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ നിന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയത്തില്ല പ്രഖ്യാപനങ്ങൾ നാളെ ഉണ്ടാകാം. ഇന്ന് എന്തിനാണ് കിറ്റക് സാബുവും പത്രസമ്മേളനം നടത്തി എനിക്കറിയത്തില്ല. ഇന്നാണ് അവർ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, പ്രധാനമന്ത്രി കൂടിക്കാഴ്ച. അതെ. അപ്പം ഞാൻ പറയുന്നത് ഇതൊരു നിർണായകമായ നീക്കമാണ്. ഇപ്പം BJP ഇവിടെ കൃത്യമായ പദ്ധതിയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ ജനപിന്തുണ ഉറപ്പിക്കാൻ BJPക്ക് വലിയ മികവുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് വെച്ചാൽ ഗോവ പോലെ ഈ ക്രൈസ്തവർക്ക് ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ പോലും ക്രൈസ്തവ നിർണായകമായിരിക്കുന്ന സ്ഥലത്ത് BJP തുടർച്ചയായിട്ട് ഭരിക്കുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവർ ഭാരതത്തിന്റെ ഭാഗമാണെന്ന് പോലും വിശ്വസിക്കാത്ത ഇന്ത്യ പോകുന്നു എന്നാണ് നാഗാലാൻഡിലെ ചില ആളുകൾ പറയുന്നിടത്ത് അവർ BJP ഭരിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ആലോചിക്കണം, ഈ മിസോറാമിൻ്റെ ഗവർണറായിട്ട് നമ്മുടെ കുമ്മനംജി പോയപ്പോൾ ആ കുമ്മനംജി ഈ ഇരിക്കുന്ന വേദിയിൽ വെച്ച് സത്യപ്രതിജ്ഞയ്ക്ക് അവിടെ സുവിശേഷ വായനയും ബൈബിൾ പ്രഭാഷണമാണ്. അതുകൊണ്ട് ജീവനക്കാരെല്ലാവരും ക്രിസ്ത്യാനിയാണെന്ന് പുള്ളി നമ്മളെ പിന്നീട് കണ്ടവൻ പറഞ്ഞു. അവിടെ ജീവനക്കാരും എല്ലാവരും സ്റ്റാഫൊക്കെ അതാണ്. അപ്പോൾ അതിലൊന്ന് പ്രധാനമന്ത്രിയുള്ള വേദിയിൽ ഇത്തവണ എനിക്കൊന്ന് ത്രിപുരയാണോ മിസോറാമിൽ ഏതോ ഒരു സ്റ്റേറ്റ്, മിസോറാമിൽ നോർത്ത് ഈസ്റ്റിലെ ഏതോ സ്റ്റേറ്റിലെ അവിടെ സത്യപ്രതിജ്ഞ പ്രധാനമന്ത്രി ഇരിക്കുന്ന വേദിയിൽ ഒരു പാസ്റ്ററാണ് ആദ്യം പ്രാർത്ഥന ചെയ്തത്. ഹല്ലേലൂയ എന്നുള്ള ഒരു പാട്ടാണ് പാടിയത്. അപ്പം ഇത്തരത്തിൽ BJPക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗ്, പിണറായിയുടെ ലോക്കൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് നാഷണലിസ്റ്റ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ലെവലിലേക്ക് മാറ്റാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുടർച്ചയാണ് ഇപ്പം ഈ സാബു ജേക്കബും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നമ്മളോടൊക്കെ സ്വകാര്യ സംഭാഷണം ഞാൻ ഇതിന് സംഭവിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞിരുന്നത്, പലവട്ടം പറഞ്ഞിരുന്നത് ഫെബ്രുവരിയോടുകൂടി ഇവിടെ ചില സംഭവം ഇതെനിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ഇവിടെ. പക്ഷേ എൻ്റെ കാൽക്കുലേഷനിൽ ചെറിയ മാറ്റം അല്ലെങ്കിൽ നീക്കത്തിൽ ചെറിയ മാറ്റം സംഭവിച്ചു. എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറയുന്നത് BJP NDA സഖ്യം, NDA മറ്റേ 2020 സഖ്യം പ്രഖ്യാപിച്ചു. പക്ഷെ നീക്കം അങ്ങനെ ആയിരുന്നില്ല. നീക്കം എന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ജനുവരിയിലേക്ക് നീക്കം എന്ന് പറയുന്നത് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ, നമ്മളൊരു വീഡിയോയിൽ ഞാൻ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി രൂപീകരിച്ച് അതൊരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയായി ഒരു ഹിന്ദു അപ്പർ ക്ലാസ് ഹിന്ദുവിൻ്റെയും പ്രൊഫഷണൽസിൻ്റെയും ഒരു പാർട്ടി, അത്തരത്തിൽ ശശി തരൂർ ഒരു പാർട്ടി കൊണ്ടുവരിക, ക്രിസ്ത്യൻ വോട്ടിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് 2020 ഒരു പാർട്ടി കൊണ്ടുവരിക. അങ്ങനെ ഈ രണ്ട് പാർട്ടികളും നേതാക്കളായ കിറ്റക് സാബുവും ശശി തരൂറും അമിത്ഷായും മോദിയും രാജീവ് ചന്ദ്രശേഖറും മാത്രം പങ്കെടുക്കുന്ന ഒരു പത്രസമ്മേളനം എന്നതായിരുന്നു പ്ലാൻ. അതിൽ ശശി തരൂർ ഇടയ്ക്ക് പിന്നോട്ട് പോയി. അപ്പം ഞാനത് അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ശശി തരൂർ പിന്നോട്ട് പോയത്. അതിന് ഒന്ന് BJP ആയിട്ടുള്ള ധാരണയുടെ കാര്യത്തിൽ ശശി തരൂറിന് ഒരു കൃത്യതയിലേക്ക് എത്തിയില്ല. അത് തരൂരിന് ആഗ്രഹം കേരള രാഷ്ട്രീയത്തെ ലീഡ് ചെയ്ത് ഈ തരൂരിൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ തരൂരിനെ മുഖ്യമന്ത്രിക്ക് സ്ഥാനാർത്ഥി
പക്ഷേ ഇക്കാര്യത്തിൽ BJPക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. BJP വെച്ച പ്രപ്പോസൽ തരൂർ വരൂ, മുമ്പോട്ട് പോക്കൂ, നമുക്ക് ക്യാബിനറ്റ് റാങ്കിൽ തരൂരിന് വലിയ പദവി കൊടുക്കാതെ. പക്ഷെ തരൂരിന് അതിനേക്കാൾ താല്പര്യം കേരള രാഷ്ട്രീയത്തിൽ ഫോക്കസ് ചെയ്യാൻ. തരൂർ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തെ ഒരു അപമാനിക്കപ്പെട്ടു, അദ്ദേഹം മാറ്റി നിർത്തപ്പെടുന്ന മഹാപഞ്ചായത്തിലെ അന്നത്തെ കാര്യം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് മുമ്പ് ഇദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി സ്റ്റേജിൽ ഇരുന്ന എല്ലാ നേതാക്കന്മാരും പേര് പറഞ്ഞു, ശശി തരൂരിന്റെ പേര് പറഞ്ഞില്ല. അല്ല, പക്ഷെ അതിലൊന്നും തരൂരിന് അത്ഭുതം ഉണ്ടാകേണ്ട കാര്യമില്ല. അത് അങ്ങനെയാണ് അവിടുത്തെ കിടപ്പ്. അവിടുത്തെ രീതി അങ്ങനെയാണ്. അവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ തരൂരിനോട് പ്രത്യേകിച്ച് താല്പര്യം രാഹുൽ ഗാന്ധിക്കില്ല. നമ്മൾ രാഹുൽ ഗാന്ധിയുടെ കുറ്റം പറയുന്നതാണോ അല്ലയോ എന്ന് അറിയത്തില്ല. രാഹുൽ ഗാന്ധിക്ക് തന്നേക്കാൾ ബുദ്ധിയും വിവരവും കഴിവും ഉള്ളവരോടൊരു ഒരു ഇഷ്ടക്കുറവുണ്ട്. അപ്പം അതുകൊണ്ട് അത് പണ്ട് KC ജോൺ സാറങ്ങാണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിക്കുന്ന സമയത്ത് MA ജോൺ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇന്ദിരാഗാന്ധിയുടെ ഇവരെയൊക്കെ അന്ന് കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുത്ത് ഒരു പൊട്ടനെ ഒരു ബുദ്ധിമാനം കൊണ്ട് നിർത്തിയിട്ട് ഇതിൽ ഏവനെ വേണമെന്ന് ചോദിച്ചാൽ ആ മണ്ടനെ മതി മറ്റവനെ പറഞ്ഞു. അല്ല, അതങ്ങനെയാണ്. പ്രത്യേകിച്ച് രാഹുൽ തരൂരിന് അപ്പോയിൻമെൻറ്റ് പോലും കൊടുക്കത്തില്ലായിരുന്നു. രാഹുലിന് താല്പര്യമേ ഇല്ല തരൂരിൽ. പക്ഷേ തരൂർ എങ്ങനെയാണ് വർക്കിംഗ് കമ്മിറ്റി അംഗമായത്? തരൂർ സ്ട്രാറ്റജിക്കലി നീങ്ങിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ തരൂരിനേക്കാൾ മുമ്പ് വരേണ്ടത് രമേശ് ചെന്നിത്തല. പിന്നെ എത്ര സീനിയർ 82 MLA ആളാണ് ചെന്നിത്തല. അതെ, മന്ത്രിയായി. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ തരൂരിനെ പക്ഷേ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പൊസിഷനിലേക്ക് അദ്ദേഹം കൊണ്ട് സ്വയം എത്തിച്ചു. എത്തിച്ചു കഴിഞ്ഞപ്പോൾ തരൂർ വർക്കിംഗ് കമ്മിറ്റി എടുക്കേണ്ടി വന്നു. പക്ഷേ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായതുകൊണ്ട് ഈ സമയത്ത് തരൂർ പോയാൽ ക്ഷീണം. ഇപ്പോൾ ഈ UDFന്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, ഒരിക്കൽ കൂടി ഭരണം നഷ്ടപ്പെട്ടാൽ കേരളത്തിലെ കോൺഗ്രസ് ലീഗ് അതുകൊണ്ട് ഈഗോയും കോംപ്ലക്സും വെച്ചിരിക്കും അവർക്ക് പറ്റില്ല. അതുകൊണ്ട് കോൺഗ്രസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് തരത്തിലും വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമാണ്. അങ്ങനെ തരൂരുമായി വിട്ടുവീഴ്ച ചെയ്യുകയും വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ ധാരണയാകും. അപ്പോൾ തരൂർ വെച്ചിരിക്കുന്ന ഡിമാൻഡ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മുഖ്യമന്ത്രി ക്ലെയിമൊന്നുമില്ല. തരൂർ വെച്ചിരിക്കുന്ന ഡിമാൻഡ്, ഞാൻ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, അതിന് സാധിക്കുന്ന തരത്തിലുള്ള പരിഗണന എനിക്ക് തരണം. എല്ലാ കാര്യങ്ങളും ഉദാഹരണത്തിന് സ്ഥാനാർത്ഥി നിർണ്ണയം. ഞാൻ പറഞ്ഞു ഇവിടെ അന്തിമ തീരുമാനം എടുത്തുകൊണ്ടിരുന്ന ആരാണ്? നേരത്തെ പലപ്പോഴും ആന്റണിയാണ്. കരുണാകരനായിരുന്നു. അപ്പം വർക്കിംഗ് കമ്മിറ്റി അംഗം KC വേണുഗോപാൽ കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തരൂരാണ്. കാരണം ആന്റണിക്ക് താല്പര്യമൊന്നും ഇടപെടുന്നേ ഇല്ല. അപ്പോൾ ആ പ്രാധാന്യം തനിക്ക് തരണമെന്ന് പറഞ്ഞു. അത് സമ്മതിച്ചിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവന്മാരുടെ കാഞ്ഞ ബുദ്ധിയുണ്ട്. ഇവന്മാർ തരൂരിനെ കൊണ്ടുവന്ന് നിയമത്തിൽ നിർത്തിക്കാൻ നീക്കം നടന്നുകൊണ്ട് അത് അതിബുദ്ധിയാ. തരൂർ ജയിക്കും, പക്ഷെ തരൂർ കെണിയിൽ വീഴൂലെന്ന് പ്രായോഗികബുദ്ധിയുള്ള ആളാണ്, നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ. അപ്പൊ കിറ്റക് സാബുവിന്റെ വരവ് നമ്മൾ പറഞ്ഞാൽ ഇത് നിസ്സാരമായൊരു വരവല്ല. കേരളത്തിൽ BJP കൃത്യമായ, ഇപ്പം ഗോവയിലോ അല്ലെങ്കിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലോ ഒക്കെ BJP ഒരുക്കിയതുപോലെ കൃത്യമായൊരു വേറിട്ട പ്ലാൻ കേരളത്തിനുണ്ട്. ഞാൻ നേരത്തെ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ സുരേഷ് ഗോപി അതിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു പരീക്ഷണമായിരുന്നു. ഇനി അവരുടെ മുമ്പിലുള്ള പരീക്ഷണം കേരള നിയമസഭയിലും 10 സീറ്റ് വരെ പിടിക്കാൻ പറ്റുമെന്ന് നോക്കാനാണ്. അപ്പോൾ അവർ പല സീറ്റുകളിലും അവർക്ക് പറ്റിയ ആളുകൾ ഇപ്പം ഞാൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഈ ചുമ്മാ പറഞ്ഞതാണെന്ന് തോന്നുന്നു. ഇപ്പം എൻ്റെ രാജീവ് ചന്ദ്രശേഖർ നിയമത്തിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് മറ്റേ എതിർപ്പെന്നൊക്കെ വെറുതെയാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ അത്ര പൊട്ടനാണോ? അല്ല. അപ്പോൾ അയാൾ അത് അത്തരമൊരു ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കും എന്നുള്ള കാര്യം പറയേണ്ട കാര്യമുണ്ടോ? എല്ലാവർക്കും അറിയാം. പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഈ അപ്പം ഇതിൽ തന്നെ ഈ കഴക്കൂട്ടത്തിൻ്റെ കാര്യത്തിലും നിയമത്തിൻ്റെ കാര്യത്തിലും BJPക്ക് ഉറപ്പാണ് ഈ 2 സീറ്റും ജയിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കടകംപള്ളി മത്സരിക്കത്തില്ല. പുള്ളി വളരെ പാനിക്കായിരുന്നു. വല്ലാതെ പാനിക്കാണ്. അത് അസ്വസ്ഥനാണ്. ഇന്നലെ കണ്ടില്ലേ പത്രക്കാരെ കാണുമ്പോൾ അതേ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞില്ല. ഇന്നിപ്പം അദ്ദേഹത്തിന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നല്ലോ. കേവലം ചിത്രങ്ങൾക്കപ്പുറത്തേക്ക് ഈ പോറ്റിയുമായി വല്ലാത്തൊരു ബന്ധം ഇയാൾക്കുണ്ടായിരുന്നു. ഈ ബന്ധത്തിൻ്റെ വിശദാംശങ്ങൾ വരുമെന്ന് ഭയം ഇദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. ഈ SIT മനഃപൂർവ്വം ആ ഭാഗത്തേക്ക് പോവാതെ ഏതാണ്ടൊരു വരയിൽ വെളിയിലാക്കി കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ED പാനിക്കായി. ഇവന്മാരെ കസ്റ്റഡിയിൽ ചോദിക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണന്മാർ തുള്ളിക്കൊണ്ടെല്ലാം വിളിച്ച് പറയും. അയാൾ ഓൾറെഡി പറഞ്ഞെന്നാണ്. അതായത് ഈ കടകംപള്ളിയായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമായി എന്നാണ് പറയുന്നത്. അപ്പോൾ CPM ആകെ പെട്ടു നിൽക്കുന്നതും
ഈ കടകംപള്ളിയുടെ അല്ല, അതിന് മാത്രമല്ല, കടകംപള്ളി വിശദീകരണം വളരെ വിചിത്രവുമാണ്. ഇന്നൊരു പുതിയ ചിത്രം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് അച്ഛൻ ഒരു ഉപഹാരം കൊടുക്കുന്നത് ഈ കടകംപള്ളി കൊടുക്കുന്നുണ്ട്, രാജു എബ്രഹാമും കൊടുക്കുന്നുണ്ട്. അപ്പം എന്താണ് കൊണ്ട് കൊടുത്തത് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഞാൻ ഒന്നും കൊണ്ടുവരും, അവിടെ നിന്ന് സാധനം എടുത്ത് കൊടുത്തു. ഇതൊക്കെ ആരും അനേകം തവണ ഈ കടകംപള്ളി മന്ത്രിയായിരിക്കുമ്പോഴും അതിനു മുമ്പും അതിനുശേഷവുമൊക്കെ പോയിരുന്നു. മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് അച്ഛൻ്റെ ഇരിപ്പുണ്ടല്ലോ, അതിൻ്റെ പിറന്നാളോ ഷഷ്ടിപൂർത്തിയോ അല്ലെങ്കിൽ വല്ല 84 വയസ്സോ എന്തോ ആണ്, അദ്ദേഹം കസവ് മുണ്ട കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. എന്തോ ഒരു ഉപഹാരം വെച്ചുകൊണ്ട് കൊടുത്താണ് അദ്ദേഹത്തിന്. എന്താണേലും ഇതിൻ്റെ വിശദാംശങ്ങൾ ഇനി പുറത്തു വരാൻ പോവുകയാണ്. ഈ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പെടാൻ പോകുന്നത് കടകംപള്ളിയായിരിക്കും. കടകംപള്ളിയിലൂടെ CPI വലിയ പ്രതിസന്ധിയിലാവും. ആ പ്രതിസന്ധിയെ മറികടക്കാനാണ് അവർ ഇന്ന് രാവിലെ നാടകമൊക്കെ കളിച്ചതും പുറത്തേക്ക് വന്നതും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞത് കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ കഴക്കൂട്ടം മണ്ഡലം അത്ര എളുപ്പം ആകില്ല CPM. കടകംപള്ളി അല്ലാതെ ഒരു സ്ഥാനാർത്ഥി അവരുടെ മുമ്പിൽ ഇല്ല. ആരാണ് പറഞ്ഞ് പ്രശാന്തിനെ കൊണ്ട് നിർത്തുന്നു, പക്ഷേ ഇല്ല, പ്രശാന്ത് വട്ടിയൂർക്കാവ് തന്നെ നിൽക്കുള്ളൂ. അപ്പം ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ ചെയ്ത മാതിരി ഇവർക്ക് ചില മഞ്ചേശ്വരം, കാസർഗോഡ് പാടായിരിക്കും, മഞ്ചേശ്വരം അവർക്ക് ഭയങ്കര സാധ്യതയുള്ള മണ്ഡലം. 2 തവണ ആദ്യം 89 വോട്ടിനാണ് തോറ്റത്, കഴിഞ്ഞ പ്രാവശ്യം 500 സംതിങ് വോട്ടിനാണ് തോറ്റത്, 1000 താഴെ വോട്ടിനാണ് തോറ്റത്. അപ്പം മഞ്ചേശ്വരമുണ്ട്. തൃശ്ശൂരിൽ ഇവർക്ക് ഏതെങ്കിലും ഒരു വാർഡ്, ഒരു മണ്ഡലം, കാരണം തൃശ്ശൂർ ലോക്സഭയിൽ തന്നെ കഴിഞ്ഞ 14,000 വോട്ടം കണ്ട് ഭൂരിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുരേഷ് ഗോപി ലീഡ് ചെയ്യുക. അപ്പം അത്തരം സാധ്യതകളൊക്കെ ഇവർ നടത്തുന്നുണ്ട്. പാലക്കാടുണ്ട്. പാലക്കാട് ഇത്തവണ നല്ല സാധ്യതയാണ്. കാരണം പക്ഷെ നല്ല സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പോരാ, നല്ല സ്ഥാനാർത്ഥിയെ കൂടെ നിർത്തണം. ശ്രീധര സാർ കറക്റ്റ് ആയിരുന്നു, പക്ഷെ അതിന് പ്രായമായി പക്ഷെ മത്സരിക്കത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നത്, ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ച ഒരു കാര്യം, ഒരു അതിവേഗ റെയിൽവേ പദ്ധതി പ്രപ്പോസലായിട്ട് അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട്. ആരാണ്? ശ്രീധരനാണ്. അപ്പോൾ അതിവേഗ റെയിൽ പദ്ധതിയുടെ ചുമതല ശ്രീധരൻ ഏകാംഗ പിന്നെ നിയമസഭ മത്സരിച്ചുകൂടെ? അത് ശരിയാണ്. അപ്പം ഈ ശ്രീധരൻ ഇക്കുറി മത്സരിച്ച രാജ്മോഹനാണ് വോട്ട് ചെയ്യത്തില്ലേ? ഉറപ്പായിട്ട് വോട്ട് ചെയ്യും. ആരാ വോട്ട് ചെയ്ത്? വയസ്സ് 90 ആയിക്കോട്ടെ, അല്ല എന്നാൽ പോലും അത്ര എഫിഷ്യൻ്റ് ആണല്ലോ. അപ്പം എനിക്ക് തോന്നുന്നത് ഇവരെ സംബന്ധിച്ച് സീറ്റ് പിടിക്കുക എന്ന ഭാഷയിൽ ശ്രീധരനെ തന്നെ ഇറക്കാൻ സാധ്യത. സർപ്രൈസ് സ്ഥാനാർത്ഥികൾ എത്താനുള്ള സാധ്യത കഴിയില്ല, BJP പറ്റത്തില്ല. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇത്തരത്തിൽ വളരെ കൃത്യമായ പ്ലാൻ ഇടുന്ന കൂട്ടത്തിലാണ് കിറ്റക് സാബു വരുന്നത്. BJPയുടെ B ടീമാണ് കിറ്റക് സാബു എന്നായിരുന്നു CPM നേരത്തെ നിരന്തരമായി. ഇപ്പോൾ അവർ പറയും ഞങ്ങൾ പറഞ്ഞ് ശരിയല്ലേ ചോദിക്കും. പക്ഷേ ഈ കിറ്റക് സാബുവിനും കിഴക്കമ്പലത്തിനും വോട്ട് ചെയ്ത് പാറ്റേൺ നോക്കുക, വിചിത്രമായൊരു സംഗതിയാണ്. നമ്മുടെ കേരളം ഇത്രമാത്രം സാമുദായികമായി വേർതിരിഞ്ഞിട്ടുണ്ടോ എന്ന് അത്ഭുതപ്പെടുന്ന കാര്യം. കിഴക്കമ്പലം പഞ്ചായത്തിൽ കിറ്റക് സാബുവിന് 2020 ജയിക്കാത്ത ഏക വാർഡ് എന്ന് പറഞ്ഞാൽ 2 വാർഡും കണ്ടു. ആ 2 വാർഡിലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ അവിടെ ലീഗോ അല്ലെ കോൺഗ്രസ് UDF ജയിക്കത്തുള്ളൂ, ഒരിക്കലും കായിക്കത്തില്ല. ഇനി ഇവരുടെ എല്ലാ ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് കിറ്റക്സിന് ഒരിക്കലും വോട്ട് കിട്ടിയിട്ടില്ല. 2020 വോട്ട് കിട്ടിയിട്ടില്ല. മുസ്ലിം നേതാക്കളൊക്കെ ഉണ്ട്, മുസ്ലിം സ്ഥാനാർത്ഥികൾ ഒരിക്കലും കിട്ടും. ഈ 2020 നിന്ന് പുറത്തേക്ക് പോയ അവിടുത്തെ ഒരു നേതാവ്, ജില്ലാ കോർഡിനേറ്റർ മുസ്ലിമായിരുന്നു. അതായത് BJPയോട് സഖ്യം പ്രഖ്യാപിച്ചില്ലെങ്കിലും മുസ്ലിം വോട്ടർമാർ മാറി. എന്ന് മാത്രമല്ല, ഇക്കുറി 25 പാർട്ടികളുടെ സഖ്യം ഉണ്ടാക്കിയപ്പം SDPIയും വെൽഫെയർ പാർട്ടിയൊക്കെ ആയിരുന്നു മുമ്പിൽ നിന്നിരുന്നത്. മാത്രമല്ല അവിടെ ഇത്തവണ നമ്മൾ കണ്ടതാണല്ലോ, ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് നിന്നില്ല. ഇടതുപക്ഷം വലതുപക്ഷം മാത്രമല്ല ഈ പറയുന്ന ഇത്തരം സംഘടനകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി 2020 ഒരു കാലത്തും മുസ്ലിം വോട്ട് ശേഖരിച്ചിട്ടില്ല. ഈ മുസ്ലിം വോട്ട് ഇല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ആരോട് കൂട്ടുകൂടി എന്താ പ്രശ്നം? ഇനി അപ്പോൾ കിറ്റക് സാബും, ഞാൻ പറഞ്ഞത് സാബു രാഷ്ട്രീയം തുടങ്ങിയതിന് പശ്ചാത്തലം നോക്കണം. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യം, സാബു രാഷ്ട്രീയം തുടങ്ങിയ പശ്ചാത്തലം വ്യക്തമാണ്. ഇവരുടെ തന്നെ ഒരു ബന്ധു, അതായത് കിറ്റക്സ് കുടുംബത്തിലെ തന്നെ ഒരു ബന്ധു, അയാൾ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ്സുകാരാണ്, ഇവരൊട്ടോടക്കാണ്. അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പം അയാൾ എക്കാലത്തും കിറ്റക് സാബുവിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലം നടത്തിക്കൊണ്ടിരുന്നതാണ്. കിറ്റക് സാബുവിന്റെ കുടുംബവുമായിട്ട് പിണറായിക്കല്ല നല്ല ബന്ധം നേരത്തെ ഇപ്പോഴും അതെ ആണ്. അപ്പോൾ ഈ കക്ഷി അവിടുത്തെ എന്തൊരു INTC പരിപാടി, ഈ കക്ഷി ബെന്നി ബെഹനാനെ പിടിച്ചു. അങ്ങനെ ബെന്നി ബെഹനാൻ കൂടിയാണ് ഇവർക്കിട്ട് പാര വെച്ചു കൊടുത്തത്. അതായത് കിഴക്കമ്പലം പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഫാക്ടറി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയതും എല്ലാ ചെയ്ത് കോൺഗ്രസ്സുകാരായിരുന്നു, CPM ആയിരുന്നില്ല. അതായത് കോൺഗ്രസ്സുകാർ ആ പഞ്ചായത്തായിരുന്നു. അവസാനം സഖി കെട്ടിട്ടാണ് ഇവരിത് കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പുള്ളി പാർട്ടി ഉണ്ടാക്കി മത്സരിക്കുന്നത്. CPMനോട് വിരോധമില്ല. പക്ഷേ ഇതിനിടയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ അന്ന് ഈ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിന്ന് അന്നിപ്പം കോൺഗ്രസിന് ശ്രീനിജൻ അടക്കമുള്ളവരെ, ശ്രീനിജനല്ല
സജീന്ദ്രൻ നമ്മുടെ സജീന്ദ്രൻ. സജീന്ദ്രനാ നമ്മുടെ സജീന്ദ്രനോ? എന്റെ സുഹൃത്തായ എന്റെ സഹപ്രവർത്തകരുടെ ഭർത്താവായ നേരത്തെ സാധുവായ മനുഷ്യൻ, അതെ അതെ, നല്ല മനുഷ്യൻ, ജയം അർഹിക്കുന്ന മനുഷ്യൻ. തീർച്ചയായും. അല്ല, ഇന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് സജീന്ദ്രന്റെ കാര്യമാണ്. സത്യം പറഞ്ഞാൽ അതിന് പണിയാവുമല്ലോ ഒന്നില്ലേ? അതാണ് ഞാൻ പെട്ടെന്ന് ഞാൻ ചിന്തിച്ച്. അതല്ല, ഞാൻ ഓർത്തതല്ല. അവിടെ ഒരു BJP പ്രാദേശിക നേതാവ്, എടാ സാബു മുതലാളി, നിന്റെ വീട്ടിൽ ഞങ്ങൾ കയറി വിട്ടുവന്ന് കഴിഞ്ഞ് ഇപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു BJP നേതാവ് പ്രസംഗിക്കുന്നത് കേട്ടായിരുന്നു, കണ്ടായിരുന്നോ? കണ്ട് അതൊക്കെ പോയി, അതൊക്കെ പഴയ കഥയല്ലേ എന്ന് പറയും. അപ്പോൾ ഈ സജീന്ദ്രൻ അടക്കമുള്ളവർ കിറ്റക്സിനോട് മാന്യമായ ബന്ധം പുലർത്തിയപ്പം അന്ന് പാര വെച്ചുകൊണ്ട് ശ്രീനിജൻ പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റുകാരനാവുന്നു. കോൺഗ്രസ്സുകാരനായിരുന്നു. അതെ, ശ്രീനിജൻ കമ്മ്യൂണിസ്റ്റുകാരനാവുന്നു. കമ്മ്യൂണിസ്റ്റുകാരനായപ്പോൾ ഈ കിറ്റക്സ് സാബുവിനുമായിട്ടുള്ള ബന്ധത്തിൽ CPM-ലെ എന്തോ ഒരു ഗ്രൂപ്പ് സമവാക്യമുണ്ട്. അതിൽ കിറ്റക്സ് സാബുവിന് എതിരായിരിക്കും, എനിക്കൊരു മോഹനനൊക്കെ കിറ്റക്സ് സാബുവിൻ്റെ ആൾക്കാരായിരുന്നു, എതിരായൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ എതിർ ഗ്രൂപ്പിൻ്റെ ആളായിട്ട് ഈ ശ്രീനിജൻ രംഗത്ത് വരും. ശ്രീനിജൻ്റെ ഇനീഷ്യേറ്റീവിലാണ് ഇവന്ന് മഷളാകുന്നത്. അങ്ങനെയാണ് കിറ്റക്സ് സാബു CPM-നോട് ശത്രുത ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ 2020 മത്സരിച്ചപ്പോൾ ഗുണമുണ്ടാകുന്നത് CPM-നാണ്. സീറ്റ് കിട്ടിയില്ല, അവിടെ സീറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ പ്രശ്നത്തിൽ കോൺഗ്രസ്സുകാർക്കും വേണ്ട CPM-കാർക്കും വേണ്ട. ഒന്നാമതേ കിറ്റക്സ് സാമ്പത്തിക പ്രതിസന്ധിയില്ല. കാരണം എന്താ വെച്ചാൽ അവർ ഒരുപാട് ഉൽപ്പാദനം, അതുകൊണ്ട് അങ്ങോട്ട് സാധനം കയറ്റുന്നില്ല. അപ്പൊ കിറ്റക്സ് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു. ഫാക്ടറി ഉണ്ടാക്കിയിട്ട് ഉൽപ്പന്നം കയറ്റിവിടണ്ടേ? അവർക്ക് പറ്റിയെന്ന് വെച്ചാൽ അമേരിക്കയിലേക്ക് മാത്രമായിരുന്നു എൻ്റെ ഫോക്കസ്. മറ്റു രാജ്യങ്ങളൊക്കെ ശരിയാക്കി വരുന്നുള്ളൂ. ഈ കാലയളവിൽ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്യും? അപ്പോൾ സ്വാഭാവികമായും അവരുടെ മുമ്പിൽ BJP എന്ന് വഴി വന്നു. കേരളത്തിൽ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കിറ്റക്സിൻ്റെ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ മതേതരത്വം പറയും, നന്മ പറയും, മഹത്വം പറയും, എല്ലാം പറയും. എന്തെല്ലാം പറഞ്ഞാലും ജാതിയും മതവും ഇവിടെ ശക്തമാണ്. എല്ലാവരും വെള്ളാപ്പള്ളിയും സുകുമാരനാരും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് ഒരു മാഗ്നാക്കാർട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. നായർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ ഈഴവ സമുദായത്തിൽപ്പെട്ടവരെ കെട്ടിച്ചു സമ്മതിക്കുമോ? ഇല്ല. പിന്നെന്തോ മാഗ്നാക്കാർട്ട് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ഈ രണ്ട് സമുദായ നേതാക്കൾ ആവശ്യപ്പെട്ടാൽ അവരവരെ സമുദായത്തിൽപ്പെട്ടവർ വോട്ട് പറഞ്ഞതിന് ഉപരിയായിട്ട് വോട്ട് ചെയ്യും. അത്രേ ഉള്ളൂ, ഒരു സംശയമുണ്ട് അക്കാര്യത്തിൽ. അപ്പം ഈ ജാതി ചിന്തക ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം കേരളത്തിൽ ദീപിക വരുത്തുന്ന ആരാണ്? കത്തോലിക്കരാണ്. കത്തോലിക്കരുടെ സീറോ മലബാറുകാരാണ്. മാതൃഭൂമി വരുത്തുന്ന ഭൂരിപക്ഷം ആരാണ്? നായന്മാരാണ്. ഉടമസ്ഥന്മാര് അല്ല, ആയിക്കോട്ടെ, നായന്മാരാണ്. കേരളം വരുന്ന കൂടുതൽ ആരാണ്? ഈഴവരാണ്. ചന്ദ്രിക വരുന്ന ലീഗുകാരാണ്. മാധ്യമം വരുത്തുന്നത് കോർ റാഡിക്കൽ മുസ്ലിംസാണ് കൂടുതൽ പേര്. സുപ്രഭാതം വരുന്ന ലീഗിനോടനുബന്ധിച്ച് നിൽക്കുന്ന ലീഗല്ല, സമസ്തയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. കേരളത്തിലെ പത്രത്തിൻ്റെ ജാതി എടുത്ത് നോക്കൂ, ഈ സ്വർണ്ണക്കട എടുത്ത് നോക്കൂ. മനോരമ, മലയാള മനോരമ മാത്രമാണ് ബ്രാക്കറ്റിന് പുറത്ത് കിടന്നത്. മനോരമയ്ക്ക് മാത്രമേ എല്ലാവരുടെയും പത്രമായി മാറാൻ മനോരമയ്ക്ക് മാത്രമേ. അത് ഒരിക്കലും ആരോ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടും. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ സമുദായ നേതാക്കന്മാരുടെയും ജന്മനാൾ ചരമവാർഷികത്തിന് ഏത് സമുദായമാണെങ്കിലും ആ സമുദായത്തിലെ ഏറ്റവും പ്രമുഖനെ കൊണ്ട് എഴുത്ത് പേജിൽ അല്ല, മനോരമയാണ്. അതെ. ഇനി സ്വർണ്ണക്കട എടുത്ത് നോക്കൂ. ഓരോ ഇപ്പം ഭീമയിൽ ഭൂരിപക്ഷം പോകുന്നത് ഹിന്ദുക്കളാണ്. മലബാർ ഗോൾഡിൽ ഭൂരിപക്ഷം പോകുന്നത് മുസ്ലിംസാണ്. ജോയി ലൂക്കാസിലോ ജോസ്കോയിലോ ഭൂരിപക്ഷം പോകുന്നത് ക്രിസ്ത്യാനികളാണ്. എല്ലാവരും പോകും. പക്ഷേ ഇത് നമ്മൾ വെളിയിൽ ഭയങ്കര മതേതരത്വം പറയും, ഉള്ളിൽ ഇതുപോലെ വർഗീയതയുള്ള ഒരു സമൂഹം കേരളത്തെ പോലെ. എൻ്റെ അനുഭവം ഞാൻ പറയാമല്ലോ. CPM-ന്റെ ഒരു ഉയർന്ന നേതാവിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ജാതി നമ്പ്യാരെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അദ്ദേഹം നമ്പ്യാരായിരുന്നില്ല. ഒരു താഴ്ന്ന എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഭാഷയിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു ജാതിക്കാരൻ. ഉയർന്ന ഒരു നേതാവ് എന്നെ വിളിച്ച് ചീത്ത വിളിച്ചു. നീ എന്താ എഴുതിയിരിക്കുന്നത്? അയാൾ ആരാ എന്നോട് പറഞ്ഞാൽ നമ്പ്യാരാന്ന്. ഞാൻ ഒന്നുകൂടെ നോക്കി, ദൈവമേ, CPM-ന്റെ മുതിർന്ന ഒരു നേതാവ് എന്നെ വിളിച്ചിട്ട് ഈ പറയുന്ന നേതാവ് നമ്പ്യാരാന്ന് പറഞ്ഞപ്പോൾ പൊട്ടിത്തെറിച്ചു. കുറേ നാൾ മുമ്പ്, ഏറെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു സാംസ്കാരിക നായകൻ്റെ അച്ഛൻ്റെ പേര് എഴുതിയപ്പോൾ അയാൾ അച്ഛൻ്റെ പേര് നായരെന്ന് വെച്ചാൽ അയാൾ നായരായിരുന്നില്ല. അവസാനം നായന്മാരെ മുരുകൻ കാട്ടാക്കണേ. മുരുകൻ നായർ. അതെ, സാറേ, കാര്യം ഇവര് പലരുടെയും ഔദ്യോഗികമായ പേരിൽ ഈ പിള്ളേ നായരെന്നൊക്കെ ഉണ്ട്. അതൊരു പ്രശ്നമാണ്. ഇപ്പൊ വിനേന്ദ്ര സാറിന്റെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പേര് വീരേന്ദ്ര പിള്ള എന്ന് തന്നെയായിരുന്നു. അവരത് ഉപയോഗിക്കത്തില്ല. 2020യോട് ചേർന്ന് നിൽക്കുന്ന മജോറിറ്റി ക്രിസ്ത്യൻസാണ്. ഞാൻ ഈ പറഞ്ഞ ഈ അദൃശ്യമായ മത സ്വാധീനം
2020 കൃഷി നിങ്ങൾ നോക്കിയാൽ മതി. 2020 അവിടെ കിഴക്കമ്പലം മൊത്തം അവരുടെ കസ്റ്റഡിയിലേക്ക് വന്നു. കിഴക്കമ്പലത്തിന് പുറത്തേക്ക് ഇത് വ്യാപിച്ചെടുത്തൊക്കെ ഇപ്പോൾ കേരളത്തിന് എറണാകുളത്തിന് പുറത്തേക്ക് വ്യാപിച്ചെടുത്തൊക്കെ ക്രിസ്ത്യൻ ബെൽറ്റിലാണ്. കോട്ടയത്തെ ക്രിസ്ത്യൻ ബെൽറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു രാഷ്ട്രീയമുണ്ട്. മാത്രമല്ല അവിടെ കത്തോലിക്ക കൂടാതെ യാക്കോബൈറ്റ് ഓർത്തഡോക്സും എല്ലാം എല്ലാവരും ഉള്ള ഇയാൾ യാക്കോബയാ. യാക്കോബ ചർച്ചുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട്, പക്ഷേ യാക്കോബയാണ്, ഇതൊരു യാക്കോബ സർക്കിളാണ്. അപ്പം രാജ്മോഹൻ, ഞാൻ പറഞ്ഞു വരുന്നത് BJP യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൻ്റെ മേൽ കഴിഞ്ഞ കുറേ കാലമായി ഒരു നോട്ടം ഇട്ടുകൊണ്ട് നടത്തുന്ന ഒരു നീക്കമുണ്ട്. ആ നീക്കത്തിൽ അവർ വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ നടത്തിയിരിക്കുന്നു പറഞ്ഞു. പൊളിറ്റിക്കൽ മൂവ്മെന്റ് തന്നെ ഉണ്ട്. ഇവർ ചെയ്തിരിക്കുന്നത് മുനമ്പത്ത് പോയി ഇടപെട്ടു ക്രിസ്ത്യൻ വോട്ട് വേണ്ടി, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിഷയത്തിൽ ഇടപെട്ടു, മണിപ്പൂരിലെ പ്രശ്നത്തിൽ ഇവരുടേതായ രീതിയിൽ ഒരു വേഷം കൊണ്ടുവന്നു. ഈ പാല അരമനയിലെ അറ്റാക്കിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ പള്ളുരുത്തിയിലെ ഹിജാബ് വിഷയം, ഇത്തരം എല്ലാ ക്രിസ്ത്യൻ വിഷയത്തിലും BJP ഇടപെടാറുണ്ടെങ്കിലും, ഇവർ ഈ കേക്കുമായി ഇവർ അരമനയിൽ പോവാറുണ്ടെങ്കിലും, മോദി എല്ലാ മത നേതാക്കളെയും വിളിച്ച് വിരുന്ന് കൊടുക്കാറുണ്ടെങ്കിലും, ഇവരൊക്കെ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിലേക്ക് ഇതിൽ ഇറങ്ങി ചെല്ലാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എൻട്രി കിട്ടി. കാസയായിരുന്നു ആക്കാപ്പെടെ അവർക്ക് പിടിക്കാൻ പറ്റിയ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത്. വേറെ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിലേക്ക് അവർ ഡയറക്റ്റ് ഉണ്ട്. ഇപ്പം ദീപിക പല വിഷയങ്ങളിലും ഈ മറ്റേ BJP ഉയർത്തുന്ന വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കാറുണ്ടെങ്കിലും അവർക്ക് ഒരു നിർണായകമായ ഘട്ടത്തിൽ BJPക്കെതിരെ നിലപാടെടുക്കും. ഈ അടുത്ത കാലത്ത് ദീപികയിൽ ഒരു എഡിറ്റോറിയലും വാർത്തയൊക്കെ വലിയ വിവാദമായി മധ്യപ്രദേശിലെങ്ങാണ്ട് സ്ഥാനം. അപ്പം ഇവിടെയാണ് BJP 2020 എന്ന ക്രിസ്ത്യൻ പാർട്ടിയെ, ഞാനത് ക്രിസ്ത്യൻ പാർട്ടി ഇപ്പം പറയുകയാണ്, 2020 എന്ന ക്രിസ്ത്യൻ പാർട്ടിയെ പിടിച്ച് മറ്റൊരു കേരള കോൺഗ്രസ് ആയി അത് മാറും. ക്രിസ്ത്യൻ പാർട്ടിയെ പിടിച്ച് BJPയുടെ ഭാഗമാക്കി അവർ നടത്തുന്ന ഒരു നീക്കത്തിൻ്റെ ഭാഗത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ അവർക്ക് ഒരു സീറ്റ് ധാരണ ഇല്ലെങ്കിലും ക്രിസ്ത്യൻ മജോറിറ്റി ബെൽറ്റുകളിൽ ഇതിന് BJPക്ക് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് മാണിയെ കൊണ്ടുവരാൻ ഞാൻ ജോസ് കെ മാണിയോട് ഉപദേശിച്ചാണ്. ഞാൻ ജോസ് കെ മാണിയോട് കൃത്യമായിട്ട് പറഞ്ഞാണ്, ജോമോനെ നിങ്ങൾക്കിത് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, വേണേ പൊക്കൂ. കാരണം BJP നിങ്ങൾ ഭരണമുന്നണിയുടെ ഭാഗമായിട്ടിരിക്കുമ്പോൾ 5 MLA-മാരുള്ളപ്പം നിങ്ങൾ ചോദിക്കുന്നവർ തരും. ക്രിസ്ത്യൻ മേഖലയെ നിങ്ങൾക്ക് കിട്ടും. ഹിന്ദു വോട്ടും കേരള കോൺഗ്രസിൻ്റെ വോട്ടും വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം, പാല കേരള കോൺഗ്രസ് സ്വാധീനമുണ്ട്, അവിടുത്തെ ഹിന്ദു വോട്ടുകൂടെ കിട്ടിയാൽ ജയിക്കത്തില്ലേ? അപ്പം പുള്ളിക്ക് ഈ കാര്യത്തൊന്നും തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു ശേഷിയൊന്നും. ഇന്നലെ കോട്ടയത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് എന്തോ യോഗത്തിൽ മാണി ഗ്രൂപ്പിൽ പോകാത്ത അബദ്ധമായി പോയി എന്നുള്ളതായിരുന്നു ചർച്ച വന്നതെന്നാണ്. അപ്പം ഈ കേരള കോൺഗ്രസ് മാണി LDFിലേക്ക് പോന്നപ്പോൾ ജോസഫിന് കോട്ടയത്ത് സ്വാധീനമില്ലാതിരുന്നിട്ടും ജോസഫിന് സീറ്റ് കിട്ടി, കുറേ പാർലമെന്റ് ഒരു MP കൂടെ കിട്ടി. ഇതേ രീതിയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ജോസ് കെ മാണിയെ കിട്ടിയില്ല, പക്ഷെ പകരം ഞങ്ങളിതാ വി ആർ പ്ലേസിങ് യു എന്ന തരത്തിൽ 2020 കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. അത് കുന്നത്തനാട് മാത്രമല്ല, അത് പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും തൊടുപുഴയിലും ഇടുക്കിയിലും പത്തനംതിട്ടയിലൊക്കെ ക്രിസ്ത്യൻ ബെൽറ്റ് എവിടെയുണ്ടോ അവിടെയൊക്കെ കൊണ്ട് 2020 പ്ലേസ് ചെയ്യും. 2020യുടെ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്, BJPയുടെ ചിഹ്നത്തിലല്ല. അപ്പോൾ 2020യുടെ ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച് ആ ഒരു 2020യുടെ പ്രചരണമായിട്ട് രംഗത്തിറങ്ങിയാൽ ക്രിസ്ത്യാനിക്ക് വോട്ട് ചെയ്യാൻ മടിയില്ല. ക്രിസ്ത്യാനിക്ക് താമര കാണുമ്പോൾ ഇപ്പോഴൊരു ആശങ്കയുണ്ട്. മാത്രമല്ല ഇപ്പോൾ NDAയുടെ പ്രധാന ഘടകകക്ഷി എന്ന് പറയുന്നത് BD ജയസിന് ഈഴവരുടെ ഒന്നും ഒരു പിന്തുണയില്ല. അത് ഈഴവരുടെ പിന്തുണ കൊണ്ട് അപ്പം കൊണ്ടുപോയല്ലോ. മകനെ ഈ പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി, മോദി വരാതിരിക്കും, ED വരാതിരിക്കാൻ വേണ്ടി മോനെ കൊണ്ട് അവിടെ സപ്ലൈ ചെയ്തിരിക്കുന്നുള്ളൂ. ഇവർ പ്രാധാന്യം കൊടുക്കുന്നില്ല. BD GS 40 സീറ്റ് വയ്ക്കുന്നത്, ഇവർ 10 സീറ്റ് പോലും കൊടുക്കുന്നില്ല. അതേസമയം ഒരു 25-30 സീറ്റ് 2020 ചോദിച്ചാൽ കൊടുക്കും. വേറൊരു കാര്യം കൂടെ മറക്കരുത്, പൈസ. 2020ക്ക് പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ബെല്ലിന് സീറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്ര വേണം ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ? ഒരു സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾക്ക് 5 കോടി ഇന്നാ പിടിച്ചോട് പറയും. കോടിക്കണക്കിന് രൂപ BJPക്കുണ്ട്. കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ, ഇവർക്ക് സ്ഥാനാർത്ഥിയെ കിട്ടാനില്ലാത്ത സ്ഥലങ്ങളാണ് പലയിടങ്ങളിലും. അവിടെ കൊണ്ട് സ്ഥാനാർത്ഥി ഇറക്കുമതി ചെയ്തിട്ട് ആ സ്ഥാനാർത്ഥി ജയിപ്പിക്ക് കാശൂര് BJP കൊടുക്കും. ഞങ്ങളത് പത്രസമ്മേളനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ പറയാം, 2 വൻകിട വ്യവസായികളാണ് അപ്പുറം ഇപ്പുറം, അവർക്ക് നാടിന് പൈസ. ഈ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്ന് വെറുതെ അല്ല, കൃത്യമായ പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കനുസരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഞാനൊരു കാര്യം വളരെ കൃത്യമായി പറയാം, ഈ സർജിക്കൽ സ്ട്രൈക്ക് ചെറിയ ഒരു കളിയല്ല. ഏതെങ്കിലും BD GSനെ കൊണ്ട് നിർത്തിയിട്ട് കുറേ ഗർവാണം നടത്തുന്ന പോലെ, പിന്നെ കുറേ ക്രിസ്ത്യൻ പരിപാടികൾ അവിടെ ഇവിടേക്ക് ഈ അടുത്ത കാലത്തും നമ്മുടെ ഒരു ഉടായ്പുകാരെല്ലാം കുറേ വ്യാജ മെത്രാന്മാരെ എടുത്തുകൊണ്ട് ഒരുത്തൻ NDAയുടെ ഘടകകക്ഷി വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് ഉടായ്പകൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ക്രിസ്ത്യൻ പാർട്ടി എന്ന് പറഞ്ഞ കുറേ പേര് അത് എങ്ങനെയെങ്കിലും ഒക്കെ കയറി പറ്റാൻ വേണ്ടിയിട്ട് എന്നെ എത്രയോ പേര് വിളിച്ചു, ഞങ്ങൾ പാട്ട് തുടങ്ങി കേട്ടോ, സപ്പ് തുടങ്ങി. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സ്വപ്നം വെറുതെയാണ്, നിങ്ങളൊന്നുമില്ല, എവിടെ എനിക്കറിയാമായിരുന്നു ഇത് സംഭവിക്കാൻ പോകുന്നത്. അപ്പം
BJP എന്ന പാർട്ടിയുടെ ഏറ്റവും ഫലപ്രദമായ ഘടകകക്ഷിയായി ഇത് മാറുവാണ്. ഉറപ്പാണ് അത് കേരളത്തിൽ. ഇതിന് ഇവർക്കൊരു 10 25 നല്ല സീറ്റ് അവർ ശരിക്കും പറഞ്ഞാൽ 25 മേടിക്കരുത്, ഒരു 10 15 സീറ്റ് മേടിച്ച് ഫോക്കസ് ചെയ്യണം. ഇത് കുന്നത്തുനാടിൻ്റെ കാര്യം എടുക്കുക. കുന്നത്തുനാട് ഈ 2020 സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥി നിന്ന് ജയിച്ചു പോകും. നിങ്ങളുടെ സുഹൃത്തും എൻ്റെ സുഹൃത്തും ഒക്കെയാണ് സജീന്ദ്രൻ. പറ വേറെ എന്തെങ്കിലും സീറ്റ് നോക്കാൻ പറ. അതാണ് ഞാൻ അടൂര് സജീന്ദ്രനെ പറ്റിയ സീറ്റാ ആണ്, സംവരണ സീറ്റാണല്ലോ. അടൂര് പറ്റിയ ഈ സജീന്ദ്രന്റെ സംവരണ സീറ്റ് നിർത്തുന്ന നിർബന്ധമല്ല. സീറ്റ് നിർത്താൻ കോൺഗ്രസ് ധൈര്യം കാണിക്കണം. എന്നെ സജീന്ദ്രൻ മിടുക്കനായ നേതാവല്ലേ? അല്ല, അങ്ങനെ നിർത്തണമെന്നേ, അത് നിർത്തി കാണിച്ചു കൊടുക്കണം. 1980 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ കുഞ്ഞമ്പൂരെ കണ്ണൂർ പാർലമെന്റ് സീറ്റ് നിർത്തി ജയിപ്പിച്ചാണ് കോൺഗ്രസ്. സംവരണ സീറ്റ് അല്ലായിരുന്നത്. കൺക്ലൂഡ് ചെയ്യാൻ സമയം വരുന്നത്. അപ്പം നമുക്ക് പറയാം, BJP എന്ന രാഷ്ട്രീയ പാർട്ടി വളരെ കൃത്യമായൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് അവർ ഇടന്നു വന്നിരിക്കുന്നു. തരൂരിൻ്റെ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായി. ആ ആശയക്കുഴപ്പം തൽക്കാലത്തേക്കാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ട്രയലാണ്. ഈ ട്രയലിൽ BJP ഭരണം പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. BJP അവരുടെ സാന്നിധ്യം അറിയിക്കുന്നു. 2031 തന്നെയാണ് 2031 അവരുടെ ടാർഗറ്റ്. അവർക്ക് സാന്നിധ്യം അറിയിക്കണം, അവർക്കൊരു 5-6 സീറ്റ് പിടിക്കണം, അവർക്കൊരു 10-30 ഇടത്ത് രണ്ടാമതെത്തണം. ഇങ്ങനെ വന്നാൽ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കുത്തൊഴുക്കുണ്ടാവുമെന്ന് അവർക്കറിയാം. പിന്നെ 2031 CPM ഇല്ല, BJP ആണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അത് വലിയൊരു മാറ്റമായിരിക്കും, ഒരു ട്രാൻസിഷൻ ഉണ്ട്. ഈ ട്രാൻസിഷനിൽ തരൂർ പോലും ഇങ്ങോട്ട് വരുന്നൊരു കാലം ഉണ്ടാവും. മാത്രമല്ല, ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും 65 സംഭവിച്ചതുപോലെ കേരള കോൺഗ്രസ് 20 സീറ്റ് കിട്ടിയതാണ്. അത്രയൊന്നും കിട്ടിയില്ലെങ്കിലും കുറെ സീറ്റ് ഒരുപക്ഷെ BJP എല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് കിട്ടിക്കൂടെന്നൊന്നും പറയാൻ പറ്റൂല. ചിലപ്പോൾ പറയാൻ പറ്റില്ല. ആള് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ മാറ്റം വരുന്നുണ്ട്. വേറെ ഓപ്ഷൻ ഇല്ലാതിരിക്കുകയായിരുന്നു. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ വെറുക്കുന്നത് കൊണ്ടാണ് UDF എന്ന് പറയും. അതെ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ സർജിക്കൽ സ്ട്രൈക്ക് ഇവർ നടത്തിയിരിക്കുന്നു. ഈ സർജിക്കൽ സ്ട്രൈക്കിന് കൃത്യമായ റിസൾട്ട് അവർ പ്രതീക്ഷിക്കുന്നു. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് താമരചിഹ്നത്തെ ഇഷ്ടപ്പെടാത്തവർ, പണ്ട് അരിവാൾ ചുറ്റും എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര ചതുർത്ഥിയായിരുന്നു. പതിയെ മാറി. ജോസ് കെ മാണിക്ക് വന്ന് മറ്റേ ജോസ് കെ മാണിയുടെ കളറൊക്കെ മാറ്റി ചുമലയാക്കി ജോസ് കെ മാണിയുടെ 2 അപ്പോൾ ഇത്തരത്തിൽ താമരചിഹ്നത്തോടൊരു അകൽച്ചയുണ്ട്. എന്നാൽ വേണ്ട, ഞങ്ങൾ 2020 ചൂലൊന്നുമല്ല, വേറെ ഏതാണ്ട് സാധനം കുടവോ ഏതാണ്. അപ്പോൾ 2020 വന്നാൽ എന്ന് വെച്ചാൽ മതി. അപ്പോൾ ഈ 2020 വരുന്നതോടുകൂടി വളരെ കൃത്യമായൊരു ആസൂത്രണം നടത്തി ഇതിലും വലിയ സംഭവങ്ങൾ വരാൻ പോകുന്നു. ഞാൻ കഴിഞ്ഞ കുറേ കാലമായി പറയുന്നുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സഖ്യോ കുറേ സീറ്റ് പിടിക്കും. ഇതോടുകൂടി CPM തകർന്ന്. എനിക്ക് സംശയം ചോദിക്കാനുള്ളത്, കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് വലിയ ക്ഷീണം ഇതുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമതേ ജോസ് കെ മാണി ക്ഷീണിച്ചിരിക്കുകയാണ്, മെലിഞ്ഞിരിക്കുകയാണ്. അപ്പുറത്ത് വലിയ മെച്ചമൊന്നുമില്ല. അപ്പുറത്ത് അങ്ങനെ ഒരു വോട്ട് ബാങ്കുള്ള പാർട്ടി അല്ല ജോസഫ്. അതും ഈ പൊളിറ്റിക് അതാണ് ജോസ് കെ മാണി, അതാണ് കെ മാണി പറഞ്ഞത്, വളരും തോറും ആ ഒരു ഇക്വേഷനിൽ അങ്ങ് പിടിച്ചു നിൽക്കുന്ന. അല്ലെങ്കിൽ ഏറ്റുമാനൂരും മറ്റേ കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയും ഒക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണിക്ക് കിട്ടും, ജോസഫിന് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മളിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ BJPയുടെ അതിനാടകീയമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന ഒരു വല്ലാത്ത ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇത്. നടക്കാൻ പോകുന്നുള്ള നാളെ മോദി വരുമ്പോഴറിയാം. നാളെ മോദിയെ കാണുമായിരിക്കും വീണ്ടും. ഇതിപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി സംസാരിക്കുന്ന. അപ്പം ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് കിറ്റക് സാബ് ഒരുക്കിയിരിക്കുന്ന ഒരു വികസന പദ്ധതി അത് മോദിക്ക് ഇഷ്ടപ്പെട്ടു. ആ വികസന പദ്ധതി ഈ കിറ്റക് സാബ് പോലും മത്സരിച്ചെന്ന് വരാം. മത്സരിക്കുന്ന ഉറപ്പില്ല. സാബുവിൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് സാബു നിയമസഭയിൽ MLA ആയിരിക്കാൻ വരാൻ സാധ്യതയില്ല. മാത്രമല്ല, ഇത് വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്, കിറ്റക് സാബു ആണെങ്കിലും രാജേന്ദ്ര സാബ് ആണെങ്കിലും 2 പ്രൊഫഷണൽസാണ് ഈ പാർട്ടി നയിക്കുന്നത്. അത് കേരളത്തിൻ്റെ ഭാവിയിൽ പുതിയ തലമുറ ഉണ്ടല്ലോ, അവർ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. എന്തായാലും വല്ലാത്തൊരു മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് കിറ്റക് സാബുവിൻ്റെ NDAയിലേക്കുള്ള പ്രവേശനം. അത് BJPയുടെ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നു. ആ സാധ്യത വർദ്ധിപ്പിച്ചത് CPMന് തന്നെയായിരിക്കും ദോഷം ചെയ്യുന്നത്. കാരണം ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ഒരിടത്തുപെടാൻ നിൽക്കുമായിരുന്നു. മുസ്ലിം ന്യൂനപക്ഷം UDFിലേക്ക് പോയി ഹിന്ദുക്കളെ വോട്ട് പിടിക്കാൻ CPM ശ്രമിച്ചു. ക്രിസ്ത്യൻ ന്യൂനപക്ഷം നിഷ്പക്ഷത പാലിക്കാൻ അവരെ പിടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ആ സ്പേസിലേക്ക് കൃത്യമായിട്ട് അവർ കല്ലെടുത്ത് എറിഞ്ഞിരിക്കുകയാണ്. എന്തായാലും വരാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരിക്കും. കേരളത്തിൽ പണ്ട് കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായതുപോലുള്ള മൂന്നാമതൊരു ശക്തിയുടെ സ്വാധീനം കാണാൻ പോകുന്ന ദിനങ്ങൾ ഇനി അധിക വിദൂരമല്ല. നന്ദി.